ഹലോ എക്സാമിനർ SSLC ഫാമിലി. അപ്പോൾ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ബേസിക് ടോപ്പിക് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലേ, തീർച്ചയായും കാണണം. ഓൾസോ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ്, ഫിസിക്സിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും കംപ്ലീറ്റ് കണ്ടന്റ് പ്ലസ് വർക്ക് ഷീറ്റ് പ്ലസ് സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലക്ഷ്യ ബാച്ച് ഇപ്പോഴും അവൈലബിൾ ആണ് മക്കളെ. 6000 ആണ് ഫീസ് വരുന്നത്, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ ഒരു വർഷത്തേക്ക്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അടങ്ങിയ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഓൾസോ പബ്ലിക് എക്സാമിൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വർക്ക് ഡൺ. പ്രവൃത്തി. സാർ എന്ത് പ്രവൃത്തി, എന്ത് വർക്ക് ഡൺ? മക്കളെ, ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കുക. ഒരു ബാറ്ററി കാണാം, പിന്നെ വയറ് കാണാം, കോപ്പറിൻ്റെ വയറ് വിചാരിക്കും, പിന്നെ ബൾബ് കാണാം. എന്താണ് ഇവിടെ സംഭവിക്കുക? നിങ്ങൾ വീഡിയോ പോസ്റ്റിൽ ആലോചിച്ചത്, ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? കറണ്ട് ഒഴുകുമായിരിക്കും അല്ലേ? കറണ്ട് ഒഴുകും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വരെ കറണ്ട് ഒഴുകും. കറണ്ട് എവിടെ നിന്ന് അങ്ങോട്ടാണ് ഒഴുകുക മക്കളെ? ഇത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലാണെങ്കിൽ കറണ്ട് എവിടെ നിന്ന് അങ്ങോട്ടാണ് ഒഴുകുക? കറണ്ട് എങ്ങനെയാണ് നമ്മൾ കാണിക്കുക? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, മറന്നുപോയെങ്കിൽ ഇത്രേ പറഞ്ഞുതരാം. എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ കറണ്ട് കാണിക്കുക. അപ്പോൾ കറണ്ട് പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് നെഗറ്റീവിലേക്ക് വരുന്ന രീതിയിലാണ് ഓർത്ത് വെച്ചു കേട്ടോ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എപ്പോഴും കറണ്ട്. അറിയില്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. അപ്പോൾ കറണ്ട് അങ്ങനെ പോയി വിചാരിക്കാം. പക്ഷേ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? എപ്പോഴും കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ കറണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ദാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ദാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ദാ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചോളൂ. ഇത് വരച്ച് വെക്കണമെന്നില്ല, കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഡയഗ്രാമിൽ കാണിക്കുക. പക്ഷേ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്, ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ എന്തായാലും കറണ്ട് ഒഴുകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആലോചിച്ച് നോക്കുക, ആര് കാരണമായി കറണ്ട് ഒഴുകുന്നത്? വെറുതെ കോപ്പർ കഷ്ണം എടുത്തിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഒഴുകി ബൾബ് കത്തുമോ? ഇല്ല, ബാറ്ററി വേണം. അപ്പോൾ ബാറ്ററിയാണ് കറണ്ടിനെ ഒഴുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററിയാണ് ഈ ഇലക്ട്രോൺസിനെ കഷ്ടപ്പെട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഉന്തി 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 ഇവിടെ എത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഇലക്ട്രോൺസിനൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കണ്ടേ, മൂവ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആരാണ്? വയറല്ല, ബൾബല്ല, ബാറ്ററിയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ബാറ്ററി ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ, പണിയെടുക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ബാറ്ററി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി ചെയ്യുന്ന വർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ടാവില്ലേ? എത്രയാണ് വർക്ക് ചെയ്യുന്നത്? ബാറ്ററി ഇവിടെ പ്രവർത്തി ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ എത്തിക്കുന്നുണ്ട്, പിന്നെ എത്തിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ബാറ്ററി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തായിരിക്കും വർക്കിൻ്റെ ഇക്വേഷൻ? അത്രയുള്ള സംഭവം. എത്ര ഇക്വേഷൻ? വളരെ സിമ്പിൾ ഇക്വേഷനാണ് മക്കളെ. ചാർജ് ഇൻറ്റു ബാറ്ററിയുടെ വോൾട്ടേജ്. അതായത് ബാറ്ററി എത്ര ചാർജിനെ മൂവ് ചെയ്തു, ഓരോ ഇലക്ട്രോണിനും ചാർജ് ഉണ്ട്, അങ്ങനെ എത്ര ചാർജിനെ മൂവ് ചെയ്തു, ഓക്കെ, ഇൻറ്റു ബാറ്ററി എത്ര വോൾട്ടേജ് കൊടുക്കുന്നു. ഓരോ ബാറ്ററിക്കും വോൾട്ടേജ് ഉണ്ടാവും. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ചിലപ്പോൾ 10 വോൾട്ട് ആണെങ്കിൽ 10 വോൾട്ട്, അതാണ് നിങ്ങളുടെ ഇടേണ്ടത് ബാറ്ററിയുടെ വോൾട്ടേജ്. ഇത്രയും പ്രവൃത്തിയായിരിക്കും ബാറ്ററി ചെയ്യുന്നത്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒറ്റ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനെ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ സിമ്പിൾസ് വെച്ച് എഴുതുമ്പോൾ വർക്കിന് പകരം നമ്മൾ W എഴുതും. ചാർജിൻ്റെ സിമ്പിൾ Q ആണ്, പഠിച്ചു വെച്ചോട്ടോ മക്കളെ. ചാർജിൻ്റെ സിമ്പിൾ Q ആണ്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോൾട്ടേജിൻ്റെ സിമ്പിൾ V ആണ്. ഈ വോൾട്ടേജിനെ നമ്മൾ എന്തും വിളിക്കും മക്കളെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടേജും പൊട്ടൻഷ്യൽ വ്യത്യാസവും ഒക്കെ സെയിം സാധനം തന്നെയാണ്. ബാറ്ററിയുടെ വോൾട്ടേജാണ് 10 വോൾട്ട് 12 വോൾട്ട് 20 വോൾട്ട് ഒക്കെ അത് തന്നെ. അപ്പോൾ ഈ ഫോർമുല മനസ്സിലായി, കോൺസെപ്റ്റും മനസ്സിലായി. എന്തിനാണ് ഇവിടെ വർക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയേണ്ട ആവശ്യം? കാരണം ബാറ്ററി ആക്ച്വലി കഷ്ടപ്പെട്ട് ഇലക്ട്രോൺസിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, ബാറ്ററി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. പബ്ലിക് എക്സാമിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ പ്രീവിയസ് ഇയർ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കാണാം. 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ചോദ്യങ്ങളുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുകയാണ് അടിപൊളി. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 2 കൂളും അക്രോസ് 2 പോയിന്റ്സ് ഹാവിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 12 വോൾട്ട്. 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള 2 പോയിന്റുകളുടെ 2 കൂളും ചാർജ് ചലിപ്പിക്കുന്നതിന് എത്ര മാത്രം പ്രവൃത്തി ജോലി, അല്ലെ ജോലി എന്നാണ് പ്രവൃത്തിയാണ് ചെയ്യപ്പെടും. എന്താണ് ഈ പറയുന്നത്? 2 പോയിന്റ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ട്. അപ്പോൾ എപ്പോഴും ബാറ്ററി ഉണ്ടാവണമെന്നില്ല, ഒരു വോൾട്ടേജ് ഉണ്ടായാൽ മതി.
ഓക്കെ, വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്ര ചാർജിനെയാണ് മൂവ് ചെയ്യേണ്ടത്? ഈ 2 പോയിന്റ്സിനിടയിൽ എത്രയാണ്? Q = ചാർജ് Q ആണ്, 2 കൂളുംബിനെയാണ് മൂവ് ചെയ്യേണ്ടത്. അതായത് 2 കൂളുംബിനെ 12 വോൾട്ടേജിൻ്റെ അഗെയിൻസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ എത്ര വർക്ക് ചെയ്യണം മക്കളെ? വർക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത്രയും ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? വർക്ക് = Q × V ഉപയോഗിച്ചാൽ മതി. Q എത്രയാണ്? 2 കൂളുംബ്. വോൾട്ടേജ് എത്രയാണ്? 12. 2 × 12 എത്ര? 24. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച അതേ യൂണിറ്റാണ്, ജൂളാണ്. ജൂൾ. ഇത്രയോട് നമ്മൾ ഇപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എഴുതി വയ്ക്കാൻ മതി. പക്ഷേ കോൺസെപ്റ്റ് എന്താണ്? 12 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ല അവിടെ ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക, ആ ബാറ്ററിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ചാർജിനെ അവിടെ എത്തിക്കുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യണ്ടേ? അല്ല ബാറ്ററി ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടാവില്ലേ? ആ വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ വോൾട്ടേജിനെ നിങ്ങളുടെ ഒരു ഹൈറ്റ് പോലെ ആലോചിച്ചാൽ മതി. അതായത് ഇങ്ങനെ പരന്ന് നിൽക്കുന്നതിന് പകരം, പരന്ന് നിൽക്കുന്ന ഒരു നിലത്തിന് പകരം ഇങ്ങനെ കുറച്ച് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന നിലം എന്ന് വിചാരിക്കാം. ഒരു ബോളിനെ നിങ്ങൾ ഇവിടുന്ന് അവിടേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ എത്തുമോ? ഇല്ല. നിങ്ങൾ പ്രവർത്തി ചെയ്യണം, വർക്ക് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹൈറ്റ് പോലെ ആലോചിക്കാം. അതിൻ്റെ അഗെയിൻസ്റ്റ് ചാർജിന് എത്തിക്കണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ വോൾട്ടേജ് നിൽക്കുമ്പോൾ ഒരു ഹൈറ്റിലേക്ക് നിങ്ങൾ ഒരു ബോൾ കയറ്റുന്ന പോലെ ആലോചിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ ഇനിയും പരീക്ഷയിൽ വരും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് എ വർക്ക് ഡൺ ടു മൂവ് 3 കൂളുംബ് ഓഫ് ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് 18 ജൂൾ, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അപ്പോൾ നേരെ തിരിച്ചു തന്നിരിക്കുകയാണ്. വർക്ക് തന്നിട്ടുണ്ട് മക്കളെ 18 ജൂളാണ്. ചാർജ് തന്നിട്ടുണ്ട് മക്കളെ 3 കൂളുംബാണ്. ചോദ്യം വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വോൾട്ടേജ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും കൂടി എന്നെ അറിയിക്കുക. ഞാൻ എല്ലാവരുടെയും കമൻറ്റ്സ് വായിക്കുന്നതായിരിക്കും. മിനിമം ഒരു 60, കഴിഞ്ഞ പ്രാവശ്യം 50 പറഞ്ഞു, ഇപ്രാവശ്യം 60ലേക്ക് നമ്മൾ കയറ്റുകയാണ്. 60 കമൻറ്റ്സ് എങ്കിലും വന്നാലേ ഇതിൻ്റെ 3ാമത്തെ പാർട്ട് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്, ഇനിയും ചോദ്യങ്ങളും ഇനിയും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ, ഫിസിക്സിനെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊണ്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ടൈം ടേബിൾ പ്രകാരം അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ പിന്നീട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഓറിയൻറ്റേഷൻ ലൈവ് നിങ്ങൾ കണ്ടിരിക്കണം. അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പക്ഷേ അത് നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ ക്ലാസ്സസ് കണ്ടിട്ട് തുടങ്ങാൻ വേണ്ടി. അത്രയും പറയാനുള്ള മക്കളെ. മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം. ബൈ ആൻഡ്